ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റോണ്ടർ മീഡിയ. എന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ഡിയോഡ്. പടത്തിൻ്റെ റിവ്യൂവും കാസ്റ്റും പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ചൊവ്വാഴ്ച മുതൽ ഒന്ന് മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു പടം കണ്ടു, ജൂനിയർ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് എൻ്റെ മൂഡ് ഓഫ് കൂട്ടായിരുന്നു ചെയ്തത്. കാരണം അതൊരു ആവറേജ് പടമായിരുന്നു. അതിൻ്റെ റിവ്യൂ ഇത് കിടപ്പുണ്ട്, എനിക്ക് കാണാം. അപ്പോൾ ആ ഒരു മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനോടോ കണ്ട സിനിമയാണ് ഡിയോഡ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രദീപ് രംഗനാഥൻ, അർത്ത ജാസ്, ഋതു ഹരിവും, മമിത ബൈജു, ശരത് കുമാർ, രോഹിണി ചേച്ചി, പിന്നെ KGF രാമചന്ദ്ര രാജ്, പിന്നെ തെലുങ്ക് കോമഡി സത്യ, പിന്നെ നേഹ ഷെട്ടി എന്നിവരാണ്. പടം ഡയറക്റ്റ് ചെയ്തിരുന്നത് കീർത്തിശ്വരൻ. അങ്ങനെ തന്നെയാണ് സ്റ്റോറി, അദ്ദേഹം തന്നെയാണ് സ്ക്രീൻ പ്ലേ. സിനിമാറ്റോഗ്രാഫി ബൈ നിക്കേത് ബൊമ്മി മീൻസ് കുബേര, ഡ്രാഗൺ മീൻസ് പ്രദീപ് രംഗനാഥൻ ഡ്രാഗൺ എന്നൊക്കെ സിനിമാറ്റോഗ്രാഫി ഇതാണ്. അതിൽ കുബേര കൂടെ പടമാണ്, ഡ്രാഗൺ സൂപ്പർ ഫിലിം പടം. പിന്നെ പടത്തിൻ്റെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തന്നെയാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പോൾ ലോക, കിങ്ഡം, ജവാൻ്റെ 2 ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്, അത് അറിയായിരിക്കും. പിന്നെ അതിൻ്റെ പേര് ഓർമ്മയില്ല. പിന്നെ റൈസ് ഷാർഖാൻ്റെ, പിന്നെ ജയസന്തായുടെ സ്റ്റണ്ട് പെർഫോമർ ഇങ്ങനെയായിരുന്നു. പിന്നെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ടൊവിനോ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ ഇങ്ങനെയാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന ഖലീഫ, രാജോട്ടൻ്റെ ഖലീഫ, പിന്നെ രൺവീർ സിംഗിൻ്റെ ദുരന്തർ, പിന്നെ വിക്രത്തിൻ്റെ ധ്രുവ നക്ഷത്രം. ഇതിൻ്റെയൊക്കെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്, ആക്ഷൻ ഡയറക്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. എന്തായാലും അതൊക്കെ വരട്ടെ, പൊടിച്ചിട്ട് തെറിക്കാം. പടത്തിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഭരത് വിക്രമൻ എന്ന് പറയുന്ന ഒരാളാണ്. പടത്തിൻ്റെ മ്യൂസിക് എഴുതിയിരുന്ന യങ് അനിരുദ്ധ് എന്നറിയപ്പെടുന്ന, അഥവാ നെക്സ്റ്റ് അനിരുദ്ധ് എന്നറിയപ്പെടുന്ന സായ് അഭിൻകറാണ്. പടത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന വൈ രവിശങ്കറാണ്. മീൻസ് മൈത്രി മൂവി മേക്കേഴ്സ് ആൻഡ് ഏജിയസ് എൻ്റർടൈൻമെൻറ്റ് മീൻസ് കൽപ്പന കൽപ്പതി അവർ ആര് ടീം. പിന്നെ കോസ്റ്റ്യൂം ഡിസൈൻഡ് ബൈ പൂർണിമ രാമസ്വാമി എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. പടം എങ്ങനെ ചോദിച്ചാൽ, നൈസ് പടം മോനെ. പടത്തിലെ ഫസ്റ്റ് നെഗറ്റീവ്സ് പറയാം. എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ ഒരു സീനുണ്ട്. നമ്മുടെ മമിത ബൈജു വന്നിട്ട് പ്രദീപ് രംഗനാഥൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ എൻ്റെ കാര്യം സെറ്റാക്കിയിട്ട് ഞാൻ ദേഷ്യം വിട്ടു, ഋതുവരൻ്റെ കൂടെ ദേഷ്യം വിട്ടുള്ളൂ എന്ന് പറഞ്ഞ സീനുണ്ട്. അപ്പോൾ ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റത്തേക്ക് ഒരു ലാഗ് വരുന്നു, കുറച്ച് സീൻസ് വരുന്നുണ്ട്. അത് കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ ആർത്തജാസ് എന്ന് പറയുന്ന നടീനെ കാണിക്കുന്ന സ്നേഹമാട്ടുന്ന ജാസും ഇവർ സെറ്റാവുന്ന സീൻ വരുന്നത്, മീൻസ് പ്രദീപ് രംഗനാഥൻ സെറ്റാവുന്ന സീൻ വരുന്ന. അപ്പോൾ ആ സീന് മുമ്പ് മീൻസ് ജാസും പ്രദീപ് രംഗനാഥനും സെറ്റാവുന്നതിന് മുമ്പത്തെ ഇതിൻ്റെ 5 മിനിറ്റുള്ള ആ സീൻസിൻ്റെ അതെടുത്ത് മാറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം എനിക്ക് ഓക്കെയാണ്. ഹൈലി പോസിറ്റീവ്സ് ഇതിനകത്ത് പറയുകയാണെങ്കിൽ, പ്രദീപ് രംഗനാഥൻ ആൻഡ് ഋതു വരുൺ സൂപ്പർ ചെയ്തിട്ടുണ്ട്. 2 പേരുടെ ക്യാരക്ടേഴ്സ്. ഋതു വരുണിൻ്റെ ആദ്യമായിട്ടാണ് ഒരു പടം ഞാൻ കാണുന്നത്, അതുകൊണ്ട് അദ്ദേഹവും ക്യാരക്ടർ സൂപ്പർ പടം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രദീപ് രംഗനാഥനാണ് മീൻസ് അങ്ങേരിപ്പോൾ 3ാമത്തെ പടമാണ് അഭിനയിക്കുന്ന. എന്തായാലും അങ്ങേർക്ക് ഇനിയും നല്ല ഇതേമാതിരി നല്ല പടങ്ങൾ കേട്ടിട്ട് ഇനി എന്തായാലും അങ്ങേരുടെ LIK എന്ന് പറയുന്ന സിനിമ 2 ഫേവറേറ്റ് വിട് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഋതുവരുണിൻ്റെ സിനിമയിൽ കാണിക്കുന്നത് ഇൻ്റർവെല്ലൊക്കെ ആറാകുമ്പോഴാണ്. ഒരു കുറച്ചും കൂടി ഇതുവരും കൂടി ഈ സിനിമയിൽ വന്നപ്പോൾ ഒരു വൈബ് സെറ്ററാക്കി തന്നിട്ടുണ്ട് സിനിമ. പിന്നെ
വാഴത്തിലെ ഹൈലി പോസിറ്റീവ് മീൻസ് സായ് അഭ്യൻകേഴ്സ് മ്യൂസിക് ആൻഡ് BGM രണ്ടും വൈബാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി ബൈ നിഖിത് ബൊമ്മി സൂപ്പർബായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊരു ഹൈലി പോസിറ്റീവാണ്. പിന്നെ സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ ഇതൊക്കെ ഒരു അടിപൊളിയായിട്ടാണ്. അതൊരു ഹൈലി പോസിറ്റീവാണ്. പിന്നെ എൻ്റെ സ്റ്റണ്ട് അതും ഒരു പോസിറ്റീവാണ്. ഇതൊക്കെയാണ് ഹൈലി പോസിറ്റീവ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയെല്ലാം പോസിറ്റീവ്സ്, വെറും പോസിറ്റീവ്സ് മീൻസ് ഇപ്പോൾ ശരത്കുമാറായിരിക്കട്ടെ, നമിത ബൈജു ആയിരിക്കട്ടെ, ആർത്താജാസ് ആയിരിക്കട്ടെ, അതൊരു പുതുമുഖം, അത് വേറെ കാര്യം. പിന്നെ രോഹിണി ചേച്ചി ആയിരിക്കട്ടെ, കേര്യം ചന്ദ്രരാജൻ്റെ ക്യാമിയ ആയിരിക്കട്ടെ, ആരാണെങ്കിലും സൂപ്പർ എഡിറ്റിങ്ങും സൂപ്പർബാണ്. പക്ഷേ ദ സീൻ ഘടിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, ആ സീൻ അതെടുത്ത് മാറ്റിയായിരുന്നു പ്ലീസ്. അത്രയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ സിനിമ ഞാൻ കണ്ടത് അതേമാതിരി പന്നേക്കാലിന് ഷോയ്ക്കാണ് പോയി കണ്ടത്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഒരു കാര്യം സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്ന് ഇല്ല. അപ്പോൾ ഒരു കാറ്റഗറിയുള്ള സിനിമയാണ്. അപ്പോൾ എനിക്കിത്രേ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓളം നിറച്ചുകൊണ്ട് നമ്മത്തെ സഹായിക്കുക. അപ്പോൾ ബൈ ബൈ. ബെൽ